യിൽ കാണാതായ ജൂത പണ്ഡിതനെ വ്യാഴാഴ്ചയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇസ്രായേലി മോൾദോവിയൻ പൗരനായ 28-കാരൻ സ്വിക്കോഗനെ കാണാതായത് യിൽ വെച്ചാണ്. ഞായറാഴ്ച കോഗൻ്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ ശക്തമായ പ്രതികരണമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിരിക്കുന്നത്. ക്രൂരമായ ഭീകരപ്രവർത്തനമാണെന്നാണ് നെതന്യാഹു സംഭവത്തെ വിശേഷിപ്പിച്ചത്. മരണത്തിന് ഉത്തരവാദികളായ ക്രിമിനലുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും നെതന്യാഹുവിൻ്റെ ഓഫീസ് അറിയിച്ചു. എന്നാൽ ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. ദുബായിൽ ജൂതരുടെ ഭക്ഷണം വിൽക്കുന്ന സ്ഥാപനം നടത്തുകയായിരുന്നു കോഗൻ. 2020-ൽ യും ഇസ്രായേലും തമ്മിൽ നയതന്ത്രബന്ധം സ്ഥാപിച്ചതോടെ ടൂറിസം, വ്യാപാരം എന്നീ മേഖലകളിൽ വർക്ക് ചെയ്യാൻ ഇസ്രായേലിൽ നിന്ന് യിലേക്ക് ഒരുപാട് ഇസ്രായേലികൾ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ക്രൂരമായ ആക്രമണവും ലെബനൻ അധിനിവേശവും എമിറേറ്റുകളിലും അറബ് പൗരന്മാരിലും യിൽ താമസിക്കുന്നവരിലും ഇസ്രായേൽ പൗരന്മാരോടുള്ള ശത്രുതയ്ക്ക് കാരണമായി മാറുന്നുണ്ട്. മാത്രമല്ല, ഹമാസിനെയും ഹിസ്ബുള്ളയെയും പിന്തുണയ്ക്കുന്ന ഇറാനും ഇസ്രായേലിനെതിരെ ആക്രമണവുമായി മുന്നോട്ട് പോവുകയാണ്. ഞായറാഴ്ച കോഗൻ്റെ തിരോധാനം യുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ കോഗൻ്റെ ഇസ്രായേലി പൗരത്വം മറച്ചുവെച്ച് മോൾദാവിയൻ ആണെന്ന് മാത്രമാണ് അപ്പോൾ പറഞ്ഞത്. കോഗനെ കാണാനില്ലെന്നാണ് എമിറേറ്റ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത്. പതിവ് ക്യാബിനറ്റ് യോഗത്തിന് ശേഷം കോഗൻ്റെ തിരോധാനവും മരണവും വലിയ ഞെട്ടലുണ്ടാക്കി എന്നാണ് നെതന്യാഹു പറയുന്നത്. അന്വേഷണത്തിൽ യുടെ ഭാഗത്തു നിന്നുണ്ടായ സഹകരണത്തിന് നെതന്യാഹു നന്ദിയും പറയാൻ മറന്നില്ല. യുമായുള്ള ബന്ധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും നെതന്യാഹു ഇതോടെ വ്യക്തമാക്കി. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് കൊലപാതകത്തെ അപലപിക്കുകയും വേഗത്തിൽ നടപടി സ്വീകരിച്ചതിന് മിറാത്തി അധികാരികൾക്ക് നന്ദി പറയുകയും ചെയ്തു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ താൻ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നുവെന്നുമായിരുന്നു ഹെർസാഗ് പറഞ്ഞത്. യിൽ ജൂത സമൂഹം ഒരുപാട് വളർന്നു വരുന്നുണ്ട്. സിനഗോഗുകളും ജൂത വിഭവങ്ങളും സാധനങ്ങളും വിൽക്കുന്ന സ്ഥാപനങ്ങളും യിലുണ്ട്. കോഗൻ്റെ ഭാര്യ റിവ്കി US പൗരത്വമുള്ള ആളാണ്. യിൽ കോഗനൊപ്പമാണ് ഭാര്യയും താമസിച്ചിരുന്നത്. 2008-ലെ മുംബൈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട റാബി ഗാബ്രിയൽ ഹോൾസർബർഗിൻ്റെ മരുമകളാണ് റിവ്കി. പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് യിൽ ജൂത റബ്ബി സ്വിഗോഗനെ കൊലപ്പെടുത്തിയ കേസിൽ 3 പേരെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. അംബാസഡർ യൂസഫ് അൽ ഒത്തൈബ കോഗൻ്റെ കൊലപാതകം ക്കെതിരായ കുറ്റകൃത്യമാണെന്ന് വിശേഷിപ്പിക്കുന്നു. എല്ലാത്തരം തീവ്രവാദത്തെയും മതഭ്രാന്തിനെയും തങ്ങൾ എതിർക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള ഓർത്തഡോക്സ് ജൂത വിഭാഗമായ ചബാദ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന സ്വിക്കോഗനെ വ്യാഴാഴ്ചയാണ് കാണാതാവുന്നത്. ഞായറാഴ്ചയാണ് അൽ ഐനിൽ മൃതദേഹം കണ്ടെത്തുന്നതും. സ്വിക്കോഗൻ്റെ കൊലപാതകം ജൂതവിരുദ്ധ തീവ്രവാദ പ്രവർത്തനമാണെന്നും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. എല്ലാ ഇസ്രായേലി ഏജൻസികളും അന്വേഷണത്തിൻ്റെ ഭാഗമാണെന്നും ദുബായിലെ കോഷർ സൂപ്പർ മാർക്കറ്റിൽ വെച്ചാണ് കോഗനെ അവസാനമായി കണ്ടതെന്നും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ പറയുന്നു. ഇതിനിടെ സംഭവത്തിൽ ഇറാന്റെ പങ്കാളിത്തം അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നതായുള്ള സൂചനകൾ പുറത്തുവരുന്നുണ്ട്. ഭരണകക്ഷിയായ ലിക്വിഡ് പാർട്ടി അംഗം അയൂബ് കാര ഇത് അഭിപ്രായപ്പെടുകയും ചെയ്തു. എന്നാൽ ഇറാൻ എംബസി ഈ ആരോപണം പാടെ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ദുബായിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കാർ ഓടിച്ചാണ് സ്വിക്കോഗൻ അൽ ഐനിൽ എത്തിയെന്നാണ് വിവരം. കാറിനകത്ത് ബലപ്രയോഗം നടത്തുന്നതിൻ്റെ സൂചനകളും പോലീസിന് ലഭിച്ചതായി അറിയാൻ കഴിയുന്നു. ഉസ്ബെക്കിസ്ഥാൻ സ്വദേശികളായ 3 പേർ ഇയാളെ പിന്തുടർന്നുവെന്നും കൊലപാതകത്തിന് ശേഷം സംഘം തുർക്കിയിലേക്ക് കടന്നെന്നുമാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഇതിനിടയിലാണ് 3 പേർ അറസ്റ്റിലായതായി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പ്രതികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഈ രൂക്ഷമായ വിമർശനം യിൽ പലവിധമായ വ്യാകുലതകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ രൂക്ഷമായ പ്രതികരണമാണ് യിൽ നടന്ന ഈ ഒരു കൊലപാതകത്തിൽ ഉണ്ടായിരിക്കുന്നത്.
ഇറാന്റെ പങ്ക് ഇസ്രായേൽ വൃത്തങ്ങൾ സംശയിക്കുന്നുമുണ്ട്. ഇറാൻ ഇസ്രായേൽ യുദ്ധ സാഹചര്യം നിലവിലുള്ളപ്പോഴാണ് ഇതുപോലെ UAE വെച്ച് ഒരു ഇസ്രായേൽ പൗരന് ഇത്തരത്തിൽ കൊല്ലപ്പെടേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിഷ്കളങ്കമായി കാണാൻ ബെഞ്ചമിൻ നെതന്യാഹുവിനും സംഘത്തിനും സാധിക്കില്ല. അവർ പ്രതികരിക്കുക തന്നെ ചെയ്യും. എന്നാൽ കൃത്യമായ നിയമനിർവഹണത്തിലൂടെ UAE മാതൃക കാണിച്ചിരിക്കുകയാണ്. അതിനെ അഭിനന്ദിക്കാനും ബെഞ്ചമിൻ നെതന്യാഹു മറന്നില്ല.